ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ, ഈവനിങ് സ്നാക്കായിട്ടും ലഞ്ചിനായിട്ടും ഒക്കെ നമുക്കത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. പിന്നെ ആവിയിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തത്. ഞാനിപ്പോൾ വറുത്ത റവയാണ്. ഇനിയിപ്പോൾ വറുക്കാത്ത റവയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ റവ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റവ ഒരു 10 മിനിറ്റ് നമ്മളിത് ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള വെള്ളം ഒന്ന് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയത്തൊന്ന് റെസ്റ്റ് വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള എക്സ്ട്രാ ഉള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കളയണം കേട്ടോ. നമുക്കിത് കൂടുതൽ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ബാക്കിയുള്ള എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന വെള്ളം മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റവ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മീഡിയം വലിപ്പത്തിലുള്ളൊരു പൊട്ടറ്റോ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേവിച്ചതൊന്നും അല്ല കേട്ടോ, പച്ച പൊട്ടറ്റോയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. പൊട്ടറ്റോയും റവയും നന്നായിട്ട് സോഫ്റ്റായിട്ട് അരയുന്നത് വരെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ റവയും പൊട്ടറ്റോയും ആണ് കേട്ടോ അതിലെ മെയിൻ താരം. ഇപ്പോൾ കണ്ട നല്ല തിക്കായിട്ട് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെയാണ് ഇത് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് ചേരുവകൾ മതി കേട്ടോ ഇതിലേക്ക്, അല്ലാതെ കൂടുതലൊന്നും വേണ്ട. പിന്നെ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ തൈര് ചേർക്കാം, വിനാഗിരിയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു കറിവേപ്പിലേൻ്റെ തണ്ട് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ആവിയിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലൊന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ടിന്ന് വേണമെന്നില്ല, ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഫുള്ള് ബാറ്റർ നമുക്കിതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിക്കളയാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുത്താലും മതി. ഇനിയിപ്പോൾ നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ വേവിക്കാം, ഇഡലിത്തട്ടിലോ സ്റ്റീമറിലൊക്കെ. ഞാനിപ്പോൾ ഒരു കടായിൽ വെള്ളം തിളപ്പിച്ചിട്ട് റിങ് വെച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ കേക്ക് ടിന്ന് വെച്ചത്. എന്നിട്ട് അടച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ആവി കൊള്ളിച്ചാൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഒക്കെ ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ അത് ക്ലിയറായി വന്നിട്ടുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതിവിടെ എന്തായാലും കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ കേക്കിന് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കണം കേട്ടോ, എന്നാലേ ഇത് നന്നായിട്ട് വിട്ടു പോരുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് ഇനി ഇതുപോലെയല്ല കേട്ടോ കഴിക്കണത്. ഇതിന് ഇനി വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതൊരു വേറെ ലെവൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അതൊക്കെ പൊട്ടിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തത്, കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി ഇട്ടാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മുളക് പൊടി ഇട്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മുളക് പൊടി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ മറ്റേ ഭാഗവും അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കാണാൻ തന്നെ ഒരു ഭംഗിയായി കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഞാനൊരു പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇതിങ്ങനെയല്ല കേട്ടോ കഴിക്കേണ്ടത്. നമ്മൾ ചട്നിയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് ഇത് വേറെ ലെവൽ ടേസ്റ്റ് ആവുന്നത്. ഇങ്ങനെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ എങ്ങനെയും കഴിക്കാം. പക്ഷേ ഇതിൻ്റെ കൂടെ ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പൊട്ടുകടല തേങ്ങാ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടില റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.